ഒരു മനുഷ്യൻ പക്ഷേ വ്യത്യസ്ത മുഖങ്ങൾ. ഷുഗ ആൻഡ് അഗസ്റ്റി. വളരെ സോഫ്റ്റായ ക്യൂട്ടായ ഷുഗയെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അഗസ്റ്റിയെ കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം? എന്താണ് അഗസ്റ്റി? എവിടെയാണ് ഇതിന്റെ തുടക്കം? എന്തിനാണ് ഷുഗ അഗസ്റ്റി എന്ന പേര് ഉപയോഗിച്ചത്? ഷുഗയുടെ സോളോ കരിയറിലെ ആദ്യത്തെ പ്രൊജക്റ്റ് ആയിരുന്നു അഗസ്റ്റി. 2016 ഓഗസ്റ്റ് 16 അഗസ്റ്റി പുറത്തിറക്കിയത്. അതിന്റെ 10ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 16. ഒരു ആർട്ടിസ്റ്റ് സ്വന്തം ഇഷ്ടപ്രകാരം കമ്പോസ് ചെയ്ത് റിലീസ് ചെയ്യുന്ന സോങ്സിന്റെ കളക്ഷനാണ് മിക്സ് ടേപ്പ്. ഒരു ആർട്ടിസ്റ്റിന് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ സ്വന്തം ചിന്തകളും അനുഭവങ്ങളും തുറന്നു പറയാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു മ്യൂസിക് പ്രൊജക്റ്റാണിത്. കൊമേഴ്ഷ്യൽ റിലീസ് പോലെ വലിയ പ്രൊമോഷൻസോ ചാർട്ടുകളോ ഒന്നും ഇതിന് ആവശ്യമില്ല. ഷുഗ 3 മിക്സ് ടേപ്പുകളാണ് ഇതുവരെ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിനെ ട്രിലോജി എന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് 2016 പുറത്തിറക്കിയിട്ടുള്ള അഗസ്റ്റി. പിന്നീട് 2020 വന്നിട്ടുള്ള D2, പിന്നെ 2023 D-Day. ഷുഗ മെയിൻലി ഒരു ഹിപ്പ് ഹോപ്പ് അറാബ് സ്റ്റൈലിലാണ് ഈ 3 മിക്സ് ടേപ്പുകളും പുറത്തിറക്കിയിട്ടുള്ളത്. ആദ്യത്തെ മിക്സ് ടേപ്പായ അഗസ്റ്റിയിൽ 10 സോങ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ അഗസ്റ്റി, ഗിവ് ഇറ്റ് ടു മീ, ടോണി മോന്താന, ഇന്റർലൂഡ്, ഡ്രീം റിയാലിറ്റി, ദ ലാസ്റ്റ്, സോ ഫാർ അവേ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ സോങ്സ് ആണ്. ഷുഗയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ദ ലാസ്റ്റ് എന്ന ഒരൊറ്റ സോങ് കേട്ടാൽ മതി. ഈ ഒരു സോങ് ആണ് ഷുഗയുടെ പേഴ്സണൽ ട്രാക്ക് എന്നറിയപ്പെടുന്നത്. തന്റെ ഉള്ളിലെ സ്ട്രഗിൾ, ഇൻസെക്യൂരിറ്റി, പ്രഷർ, ഡ്രീംസ് ഇതിനെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ ഇതിൽ പറയുന്നുണ്ട്. ബിഗ് ഹിറ്റ് മ്യൂസിക്കിന്റെ ഒഫീഷ്യൽ ഡിസ്കോഗ്രഫി പ്രകാരം ഈ മിക്സ് ടേപ്പിലെ 10 ട്രാക്കില് അഗസ്റ്റി, ഗിവ് ഇറ്റ് ടു മീ എന്ന 2 ട്രാക്കുകൾക്ക് മാത്രമാണ് MV ഉള്ളത്. അഗസ്റ്റി എന്നത് ഈ ഒരു ആൽബത്തിന്റെ ടൈറ്റിൽ ട്രാക്കാണ്. ഈ ഒരു സോങ്ങിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഷുഗയുടെ ബയോഗ്രഫി പോലെയാണ്. അതായത് BTSലേക്ക് വരുന്നതും റാപ്പർ എന്ന നിലയിൽ താൻ നേടിയ സ്ഥാനങ്ങളും വിമർശനങ്ങളും തന്റെ ടാലന്റിനെ സംശയിച്ചവര്, ഹേറ്റേഴ്സ് ഇവർക്കൊക്കെയുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് ഈ ഒരു ട്രാക്ക് ഉള്ളത്. ഇതൊരു സെൽഫ് കോൺഫിഡൻസ്, അംബീഷൻ, ആങ്കർ, പാസ്റ്റ്, സ്ട്രഗിൾ, സക്സസ് എല്ലാം ചേർന്നൊരു അഗ്രസീവായ റാപ്പ് ട്രാക്കാണ്. മാത്രമല്ല തന്റെ ഒറിജിൻ എവിടെ നിന്ന് വരുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ യാതൊരു മടിയില്ലാത്ത ആളാണ് അദ്ദേഹം. ഞാൻ വലിയ നഗരത്തിലെ പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വന്നത്, ദേഗുവിൽ നിന്നുള്ള ഒരാളാണ്, എന്റെ ഒറിജിൻ എന്റെ പ്രൈഡാണ് എന്നൊക്കെ അദ്ദേഹം ഈ ഒരു സോങ്ങിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദേഗു ടൗൺ ഷുഗ, അതായത് DT ഷുഗ എന്ന് തിരിച്ചിട്ട് അഗസ്റ്റി ആയതും. ഇത് ഷുഗ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇതിൽ ഷുഗ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ മണി, ഫെയിം, ഹോണർ ഇവ 3നും വേണ്ടി ആരുടെയും പിന്നാലെ പോവുകയോ യാചിക്കുകയോ ഇല്ല എന്നാണ്. ആരെയും താൻ പ്ലീസ് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഇനി എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ എന്റെ മ്യൂസിക് എന്തായിരിക്കണമെന്നോ ഞാൻ എങ്ങനെ റാപ്പ് ചെയ്യണമെന്നോ ആരും തീരുമാനിക്കണ്ട. അത് ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. ഷുഗിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡും സ്റ്റൈലും കൊണ്ടായിരിക്കും സാധാരണ കേൾക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ K-pop സോങ് പോലെ തോന്നാത്ത. ഈ ട്രിലോജിയിലെ 2ാമത്തെ മിക്സ് ടേപ്പാണ് 2020 മെയ് 22 റിലീസ് ചെയ്ത D2. ഇതിലും 10 ട്രാക്കുകളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടന്റ് ടൈറ്റിൽ ട്രാക്കായ ഡച്ച് വിറ്റ് തന്നെയാണ്. അതിന് മാത്രമേ MVയും ഉള്ളൂ. ഈ ഒരൊറ്റ പാട്ടാണ് എന്നെ ഈ മോഡലിന്റെ ഫാനാക്കിയത്. ഡച്ച് വിറ്റ് എന്നത് പഴയ കൊറിയൻ രാജകീയ അല്ലെങ്കിൽ ഒരു സൈനിക ഘോഷയാത്രയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ട്രഡീഷണൽ മ്യൂസിക് ആണ്. ഷുഗ അതിനെ മോഡേൺ ഹിപ്പ് ഹോപ്പുമായി ചേർത്തു. ഈ ഒരു ആൽബത്തിൽ ഇൻട്രോ ആയി DT ഷുഗയും ഒരു ഇന്റർലൂഡായിട്ട് സെറ്റ് മീ ഫ്രീ എന്ന സോങ്ങുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രൊമോഷൻ പോലും ഇല്ലാതെ ഇറങ്ങിയതായിരുന്നു D2. എന്നിട്ട് പോലും ഒരുപാട് ചാർട്ടുകളിൽ ഇത് ഇടം പിടിച്ചു. പുറത്തിറങ്ങിയപ്പോൾ 80ഓളം രാജ്യങ്ങളുടെ ഐട്യൂൺ ടോപ്പ് ആൽബം ചാർട്ടിൽ, ബിൽബോർഡ് അറാബ് ഡിജിറ്റൽ സോങ് സെയിൽസ്, ബിൽബോർഡ് വേൾഡ് ആൽബം എന്നിവയിലൊക്കെ D2 ഒന്നാമതായി തന്നെ നിന്നു. ശരിക്കും പറഞ്ഞ D2 ഷുഗ എന്ന സോളോ ആർട്ടിസ്റ്റിന്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു. ഈ ട്രിലോജിയുടെ അവസാന ഭാഗമാണ് 2023 ഏപ്രിൽ 21 പുറത്തിറങ്ങിയ D-Day. ഇതിലും 10 ട്രാക്കുണ്ട്. ടൈറ്റിൽ ട്രാക്കാണ് ഹേഗും. ഈ ഹേഗുവിനും അമിഗ്ഡാലയ്ക്കും മാത്രമാണ് MV ഉള്ളത്. D2വിൽ സക്സസ്, ഫെയിം, സൊസൈറ്റി, ലോൺലിനെസ്, മെച്യൂരിറ്റി ഇതൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് എന്നുണ്ടെങ്കിൽ D-Dayയില് ഹീലിംഗ്, അക്സെപ്റ്റൻസ്, ഫ്രീഡം, മൂവിംഗ് ഫോർവേഡ് എന്നിവയൊക്കെയാണ് പറയുന്നത്. ഈ 3 ആൽബങ്ങളും ശരിക്കും യൂങ്കിന്റെ ഒരു ഓട്ടോബയോഗ്രഫി എന്ന് തന്നെ പറയാം. അഗസ്റ്റിയായി കഥ പറയാൻ തുടങ്ങിയ യൂങ്കി 3 കാലഘട്ടങ്ങൾ താണ്ടി. അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു പോരാട്ടം തന്നെയായിരുന്നു. ദാരിദ്ര്യം, വിശപ്പ്, സ്വപ്നം ഇതിനോടൊക്കെയുള്ള ഒരു പോരാട്ടം. ഒരിക്കൽ സ്വപ്നം തന്നെ വളരെ ദൂരത്താണെന്ന് തോന്നിയ ഒരാൾ ഇന്ന് ആ സ്വപ്നത്തിന്റെ മുകളിൽ നിന്ന് തന്റെ കഥ പറയുകയാണ്. ഇന്നും അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാനും ചെറിയ തെറ്റുകളെ ഊതി വീർപ്പിച്ച് വലുതാക്കാനും ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒന്ന് മാത്രമാണ്: ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ലൈഫ് ഗോസ് ഓൺ. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഒരു ജങ്കുക്ക് ബയാസ്ഡ് ആയിരുന്ന ഞാൻ ഡച്ച് വിറ്റയ്ക്ക് ശേഷമാണ് ഒരു യൂങ്കി ബയാസ്ഡ് ആയത്.
ഡച്ചുവിറ്റയിലെ ആദ്യത്തെ ആ ബീറ്റ് കേൾക്കുമ്പോൾ എന്റെ പൊന്നോ ശരീരം മൊത്തം തരിച്ചു കയറും. അതൊരു പ്രതിഭാസം തന്നെയാണ്. മൈ പേഴ്സണൽ ഫേവറേറ്റ്. ഞാൻ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് D-Day റിലീസ് ആവുന്നത്. അന്ന് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഡച്ചുവിറ്റ, ഹെഗോ, ആമിഗ്ഡാല അതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ അതുമല്ലൊരു കുത്തബ് മിനാർ പണിയും. ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്കൊരു അഗസ്തി പ്രാന്തായിരുന്നു. പക്ഷെ ആ പ്രാന്ത് എനിക്കിഷ്ടമാണ്. ഇതൊക്കെ ആ പ്രാന്ത് മൂക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ്. ഇതിന്റെ പകുതി ഡിസ്പ്ലേ അടിച്ചു പോയിട്ടുണ്ട്. എന്നിട്ടും ഞാനിതിങ്ങനെ സൂക്ഷിച്ചു വെക്കണ എന്തിനാണെന്നറിയോ? ഇത് മൊത്തം എന്റെ അഗസ്തി ഓർമ്മകളാണ്. അപ്പോൾ ഓക്കെ അമീസ്, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ പാക്കലാം.